നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതാര് പാറോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷ ചേട്ടാ. രാജുചേട്ടനെയും ഗോപിച്ചേട്ടനെയും ഒന്നും കാണുന്നില്ലല്ലോ. ഇത്തവണ വടം വലിക്കാൻ അവരില്ലേ? രാജുവും ഗോപിയും ഇല്ലാത്ത അമ്പല ടീമുണ്ടോ? അവരിപ്പോ എത്തും. ഇപ്പൊ എത്തും. നോക്കിയിരുന്നോ? അതെന്താ അയാൾ അങ്ങനെ പറഞ്ഞത്? പിന്നെ എങ്ങനെയാ പറയേണ്ടത്? രുദ്രപ്രതാപന്റെ ടീമിനെ കണ്ട് അമ്പലം ടീമിന്റെ ക്യാപ്റ്റനും നെടുന്തൂണും മുങ്ങി. രാജുവും ഗോപിയും ഈ ഭാഗത്തേക്ക് വരില്ല. ഇയാള് പറയുന്നൊന്നും വിശ്വസിക്കേണ്ട മധുചേട്ടാ. ഇവരെ കണ്ടിട്ട് രാജുചേട്ടനും ഗോപിച്ചേട്ടനും മുങ്ങിയത്ര. വടംവലിയിൽ ഇവരെ തോൽപ്പിക്കാൻ രാജുചേട്ടൻ ഒറ്റയ്ക്ക് മതി. അപ്പഴാ മധുചേട്ടാ അവരൊന്ന് വിളിച്ചു നോക്ക്. എടുക്കുന്നില്ല. വടംവലിയിൽ അമ്പലം ടീം അഗ്രഗണ്യന്മാരാ. പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് കൂടി ആലോചിക്കണം. ശക്തരായ എതിരാളികൾ ഇല്ലാത്തതുകൊണ്ട് ഇക്കൊല്ലം ശക്തരായ എതിരാളികൾ ഉണ്ടായി. എന്റെ ടീം, ഈ രുദ്രപ്രതാപന്റെ ടീം. തോൽക്കുന്ന ടീമിനെയും കൊണ്ട് രുദ്രപ്രതാപൻ കളിക്കാൻ ഇറങ്ങില്ലെന്ന് രാജുവിനും ഗോപിക്കും അറിയാലോ. കഴിഞ്ഞ 5-6 കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്ന അവർക്ക് ജയിക്കില്ലെന്ന് ഉറപ്പുള്ള കളിക്ക് ഇറങ്ങാൻ മടിയുണ്ടാവില്ലേ? കൂടെയുള്ളവരോട് ഇവിടെ എത്താൻ പറഞ്ഞിട്ട് രണ്ടുപേരും മുങ്ങി. അതാ സംഭവിച്ചത്. എനിക്കും വിഷമമുണ്ട്. എന്റെ ടീമിന്റെ ശക്തിക്ക് മുന്നിൽ അവര് കടപുഴകി വീഴുന്നത് നാട്ടുകാർ കണ്ട് രസിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അതിനുള്ള അവസരം ആ പേടിത്തൊണ്ടന്മാർ എനിക്ക് തന്നില്ലല്ലോ. അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. വടംവലി മത്സരത്തില് എന്റേതായ ഒരു ടീമിനെ ഇറക്കണമെന്ന ചിന്തയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. എല്ലാ കൊല്ലവും ചെയ്യാറുള്ളത് പോലെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിരുന്നു എന്റെ തീരുമാനം. പാറു നാട് നീളെ ഓരോന്ന് പറഞ്ഞു നടക്കുന്നത് കണ്ടപ്പോഴാ എന്റേതായ ഒരു ടീമിനെ ഇറക്കണമെന്ന കാര്യം ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്. പാറു എന്ത് പറഞ്ഞു നടക്കുന്നാ രുദ്രൻ ചേട്ടൻ പറയുന്നേ? നിങ്ങൾ ഓരോരുത്തർക്കും 10,000 രൂപ വെച്ച് തന്നിട്ടാണ് നിങ്ങളെ അവള് കളിക്കാൻ ഇറക്കുന്നതെന്ന്. അവൾ ആ പറഞ്ഞതിന്റെ ശരിയായ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, അപ്പം മനസ്സിലാവും. മനസ്സിലായില്ലല്ലേ? അവള് വലിയ മുതലാളിയും നിങ്ങൾ അവരുടെ കൂലിക്കാരുമാണെന്നാ അവള് പറയുന്നത്. പാറു അങ്ങനെ പറഞ്ഞോ? ഒഴിച്ചു കൊടുക്ക്. ഞങ്ങൾ എന്തിനാ കള്ളം പറയുന്നേ? കഴിഞ്ഞ കൊല്ലം വടംവലിയിൽ നിങ്ങൾ ജയിച്ചപ്പോ ഞാൻ നിങ്ങളെ മുന്തിയ ഹോട്ടലിൽ കൊണ്ടുപോയി വയറ് നിറയെ കഴിക്കാൻ വാങ്ങിത്തന്നത് നിങ്ങളും മറന്നിട്ടില്ലല്ലോ. ഒന്നും മിനുങ്ങാൻ 2,000 രൂപയും കയ്യിൽ വെച്ചു വന്നു. പക്ഷേ അതൊന്നും ഞാൻ ആരോടും പറഞ്ഞു നടന്നിട്ടൊന്നുമില്ല. എന്താ കാരണം? നിങ്ങൾ എന്റെ പിള്ളേരാ. നിങ്ങൾ ജയിച്ചാ അത് എന്റെ ജയവാ. അതാണ്. ഇനി കഴിച്ചോണ്ട് സംസാരിക്കാം. ഇപ്പൊ വേണ്ട, കഴിച്ചോണ്ട് പടം വലിച്ചാൽ ശരിയാവില്ല. ഒരെണ്ണം കഴിച്ചെന്ന് വെച്ച് എന്ത് സംഭവിക്കാനാ? ചെറുത് കഴിച്ചാ ഉശിരി കൂടുകയെ ചെയ്യാ. രണ്ടുപേരും ഒരെണ്ണം പിടിപ്പിക്കുക. എങ്കിൽ പിന്നെ ഓരോന്നും കഴിക്കാം, കുഴപ്പമില്ല. പാറു ഞങ്ങൾക്ക് 10,000 രൂപ തന്നു പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ? വിശ്വസിക്കും. കാരണം ഇവിടെ നിന്നും പോയ പാറു അല്ല തിരിച്ചു വന്നിരിക്കുന്നത്. ഗതിയില്ലാതെ ഇവിടുന്ന് പോയവള് ടൗണിലെ ഗാർമെന്റ്സില് ഒരു ജോലി സംഘടിപ്പിച്ചു. കാശും മുതലും അറിവും പഠിപ്പൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം തൊലിവെളുപ്പുണ്ടല്ലോ അവക്ക്. അത് വെച്ച് അവള് കമ്പനി മുതലാളിയെ തന്നെ പാട്ടിലാക്കി. ഉത്സവം കാണാൻ അയാളും വന്നിട്ടുണ്ട്. കൂടെ കുറെ പടകളും. ഇതും കൂടി എന്ന് ഇവിടുന്ന് പോയ പിച്ചക്കാരിയല്ല തിരിച്ചു വന്നിരിക്കുന്നതെന്ന് നാട്ടുകാർക്ക് മനസ്സിലാക്കി കൊടുക്കണമല്ലോ. അതിനുവേണ്ടി കാലത്തൊടുത്തൊരുങ്ങി ഇറങ്ങും. അവനും ആ ടൗണിൽ നിന്ന് വന്ന പടയും അവളുടെ കൂടെ ഉണ്ടാവും. ആവശ്യത്തിനും അനാവശ്യത്തിനും കാശ് വാരിയെറിയും. അവന്റെ കാശല്ലേ, അവൾക്കെന്താ നഷ്ടം? പൊങ്ങച്ചോ എന്ന് പറഞ്ഞാ എങ്ങനെയുണ്ടോ പൊങ്ങച്ചം? പൊങ്ങച്ചോന്നല്ല അതിന് പറയുന്നത്, അല്പത്തരം എന്നാ. എന്താ കഴിക്കാത്ത? കഴിക്കുന്നങ്ങോട്ട്.